एकला चला एकला चला एकला चला रे एकला चला एकला चला एकला चला रे രാവിലെ എന്തൊരു തലവേദനയാണ്. തലയ്ക്ക് ഭാരം കൂടിയതുപോലെ. ഇന്നലെ ഞാൻ ഓവറായിരുന്നു. ഇന്നലെ ഞാൻ എവിടെയായിരുന്നു? രാകേഷ് ചേട്ടനുമായി ബാറിൽ. അതെ, ബാറിൽ. Cheers. Cheers. എന്തു വലിയടാ ഇത്? ഓ, കുറേശ്ശെ കഴിക്ക്, നിന്റെ കൂമ്പ് പാടിപ്പോവും. എനിക്ക് വെറുപ്പാ ചേട്ടാ. എന്ത്? ദാ ഇതിങ്ങനെ മുന്നേ ഇരിക്കുന്നത് എനിക്ക് വെറുപ്പാ. ഓ, തുടങ്ങി അവന്റെ. ഇതെല്ലാം പോട്ടെ, എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? നീ ശരിയാവത്തില്ല. എടാ, എത്ര നാളായിട്ട് ഞാൻ നിന്നോട് പറയുന്നത് എന്റെ ഓഫീസിൽ നിൽക്കാനായിട്ട്. 4 വർഷമായി വിസ ഇന്ന് വരും നാളെ വരും എന്ന് വായി നോക്കി തെക്കും മടക്കം നടക്കാന്ന് പറഞ്ഞു. ചേട്ടാ വെറുതെ മൂഡ് കളയാ. എപ്പോ പറഞ്ഞാലും ഇത് തന്നെയല്ലേ നീ പറയാറുള്ളത്? ഒരിടത്ത് പോലും 1 മാസത്തിക്കുള്ളിൽ നീ ജോലി ചെയ്തിട്ടുണ്ട്. നീ ഇനി ഗൾഫിൽ പോയി മലമറിക്കാൻ പോകുന്നത്. ചെയ്യുന്ന ജോലിക്ക് മാന്യമായിട്ടുള്ള ഐറ്റം കിട്ടണേ, പുറത്ത് തന്നെ പോണം ചേട്ടാ. എടാ, അതൊക്കെ ശരിയാണ്. പക്ഷെ പുറത്ത് പോകുന്നത് വരെ നിനക്ക് ജോലിക്ക് പോകാമല്ലോ. നീ എന്റെ ഓഫീസിലേക്ക് നിനക്ക് ഞാൻ ജോലി തരാം. 18,000 രൂപ ശമ്പളവും കിട്ടും. അത് നിനക്കൊരു എക്സ്പീരിയൻസും ആയിരിക്കും. അതിലൊക്കെ ഉപരി അത്യാവശ്യം ക്ഷമയും പഠിക്കാം. ചേട്ടാ, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. പ്രഷറും ടെൻഷനും ജോലിയൊക്കെ ആവശ്യം പോലെ. കാശിന്റെ കാര്യത്തിൽ മാത്രം പിശുക്ക്. അങ്ങനെ മണ്ടനാവേ എന്നെ കിട്ടില്ല. എടാ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവില്ലേ? പോരാത്തിന് അറബിയുടെ അഹങ്കാരവും പുച്ഛവും ആട്ടും തുപ്പും ഒക്കെ സഹിക്കേണ്ടി വരും. ആലോചിച്ച് നോക്ക് നീ. ഒരു വ്യത്യാസം ഉണ്ട് ചേട്ടാ. നമ്മുടെ നാട്ടിലെ പോലെ ആഴ്ചയിൽ 4 ദിവസം ഹർത്താലും മിന്നൽ പണിമുടക്കും. പിന്നെ രാഷ്ട്രീയക്കാരുടെ പിരിവെടുപ്പ് ഒന്നും അവിടെ ഇല്ല. ജോലി ചെയ്യുന്നവന് ജോലി ചെയ്യാം. ഓവർ സ്വാതന്ത്ര്യം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കക്ഷി നമ്മളെ തടയാൻ വരില്ല. ഓവർ സ്വാതന്ത്ര്യം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കക്ഷി നമ്മളെ തടയാൻ വരില്ല. അല്ല, രാജേഷേട്ടൻ തന്നെ പറ. ഹർത്താൽ ദിവസം ജോലിക്ക് വരാത്ത ഒരുത്തിന് ശമ്പളം കൊടുക്കാൻ ചേട്ടൻ തയ്യാറാവൂ? ഇല്ല. ജോലിക്ക് വരാൻ തയ്യാറായിട്ടുള്ളവനും ഒരു ദിവസം വെറുതെ കളയും. അന്നത്തെ ദിവസം എത്ര കോടിയുടെ നഷ്ടമാണ് നമ്മുടെ രാജ്യത്തിന്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് മടി പിടിച്ചിരുന്നോ? വീട്ടിൽ ബുദ്ധിമുട്ടറിയാതെ വളർന്നുകൊണ്ടാ നിനക്ക് ഈ ഉത്തരവാദിത്തം ഇല്ലാത്ത. കെട്ടിക്കഴിയുമ്പോ അറിയാൻ മോനെ, സമ്പാദിക്കാത്തിന്റെ വിഷമവും ഇങ്ങനെ വെറുതെ കളയുന്ന സമയത്തിന്റെ വിലയും. മതി, നിർത്തി. ഇനി നമ്മൾ ഒന്നിച്ചിരുന്ന എന്നത്തെ പോലെ ഇന്നും വഴക്കാം. ബില്ല് പറയുവാ. പറ ജോബിനെ, ബില്ലെടുക്ക്. ഓക്കെ സാർ. ശ്യാമേ, എറണാകുളത്ത് പോയിട്ട് നീ എന്നാ തിരിച്ചു വരുന്നത്? അത് നാളെ അല്ലേ മറ്റന്നാ? നീ എത്തിയിട്ട് വിളിക്ക്. ഇറങ്ങിക്കോ. ഓക്കെ ഏട്ടാ, സൂക്ഷിച്ചു പോണേ. ചെക്കിങ്ങിലൊന്നും പെടാതെ സൂക്ഷിച്ചു. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. എറണാകുളത്തുള്ള ഫസ്റ്റ് പാസഞ്ചർ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് മാർക്ക് ചെയ്തിരിക്കും.
എറണാകുളം. മലയാളിയല്ല. അയ്യ ബെഡ്. മലയാളം മതി, മനസ്സിലാക്കും. ഞാനൊന്ന് അവിടെ. അതെ, ഞാനൊരു 2 പെഗ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാറ്റ് കൊള്ളാനാ സീറ്റ് വെച്ചു. എന്താ പേര്? വിശാൽ. ഞാൻ ശ്യാം. ഇങ്ങോട്ടിരുന്നു. വെള്ളം. വിശാൽ, വൊമിറ്റിംഗ് ടെൻഡൻസി വരില്ല. ഇത് കഴിക്കും. ഞാനിതെപ്പോഴും കൈ കരുതുന്ന. വേണ്ട. അയ്യോ പേടിക്കണ്ട, ഇത് ഉറക്ക ഗുളികയൊന്നുമല്ല. കുഴപ്പമില്ല. എവിടാ നാട്? ബംഗാളിൽ. ഓ, ഹൗറ. ആ, അപ്പൊ ഇവിടെ ജോലിക്ക് വന്നതായിരിക്കും അല്ലേ? ഹാ, ഒരു റബ്ബർ കമ്പനിയിൽ 4 വർഷമായി. 4 വർഷമായോ? സമ്മതിക്കണം. ക്യോ? കേരളത്തിൽ ജോലി ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ മുഴുവൻ പ്രശ്നക്കാരാണെന്നേ. ഒരു പണിയും ചെയ്യാത്ത കുറെ സംഘടനാ നേതാക്കൾ, അവരുടെ ഇടപെടൽ, ഒന്ന് തുമ്മിയ ഹർത്താല്, പണിമുടക്ക്, പിന്നെ സഹിക്കാൻ മേലാത്ത പിരിവ്. ഇവിടെ ജോലി ചെയ്യലൊരു കടന്ന കയ്യ. ഞാനങ്ങ് പുറത്തുവാ നിക്ക, ഖത്തറിൽ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ദിവസക്കൂലിയുടെ 5-6 ഇരട്ടി കിട്ടും. ഇവിടെ ചെലവ് കൂടുതൽ ആണെങ്കിലും നന്നായി സമ്പാദിക്കാം. പിന്നെ മനുഷ്യത്വമുള്ള ആൾക്കാർ. എന്റെ നോട്ടത്തിൽ ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. പിന്നെ ഹർത്താലും പണിമുടക്കും ജനാധിപത്യത്തിൽ അതുമുള്ളതാ. ഒന്നുമില്ല, നമുക്ക് ആ സ്വാതന്ത്ര്യമെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. ഒരു കുഞ്ഞു വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ താമസം. എന്റെ പെങ്ങൾ, അമ്മ, നാണു. അച്ഛൻ ചെറുപ്പത്തിലെ പോയി. ഇവിടെ വരുമ്പോൾ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സ്വന്തം വീട്ടായി. ഇനി എന്റെ അനിയത്തി കല്യാണം. അച്ഛൻ ആഗ്രഹം പോലെ കൊൽക്കട്ടയിൽ നിന്ന് ചേർക്കാൻ. പിന്നെ എന്റെ സ്വപ്നം, അവൾ കല്യാണം കഴിഞ്ഞു പോകുന്നത് ഞാൻ സമ്മാനം കൊടുത്ത കാറിലായിരിക്കണം. അലങ്കരിച്ച വാഹനത്തിൽ അനിയത്തിയും ഭർത്താവും. ആ വാഹനം അങ്ങനെ ഹൗറ ബ്രിഡ്ജിൽ കൽക്കട്ടയ്ക്ക് തിരക്കിലൂടെ അങ്ങനെ പോകും. ഹൗറ ബ്രിഡ്ജിലെ അലങ്കരിച്ച വാഹനം അതെന്റെ ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതെന്താ അങ്ങനൊരു ആഗ്രഹം? ഹൗറ ബ്രിഡ്ജിലൂടെ പോകുന്ന കാർ എന്ന ആഗ്രഹം? ഹൗറ ബ്രിഡ്ജ് അത് ഞങ്ങളുടെ ബംഗാളിന്റെ അഭിമാനമാണ്. വരുന്ന 15 തീയതി ആ ഹൗറ ബ്രിഡ്ജിൽ ഞാൻ സമ്മാനം കൊടുത്ത അലങ്കരിച്ച ആ കാർ പോകും. അന്നാണ് അവിടെ വിവാഹം. അതിനാണ് ഈ യാത്ര. എറണാകുളം ചെന്ന് ട്രെയിനിൽ. ഇനി പറയും, എന്റെ ആഗ്രഹമെല്ലാം നടക്കുന്നത് ഇവിടെ വന്നത് കൊണ്ടല്ലേ. അതുപോലെ എത്രയോ ആൾക്കാർ എന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് ഞങ്ങളുടെ ഗൾഫ്.
ഞാനിതെവിടാണ്? വീട്ടിലല്ല. കാരണം അവിടെ സീലിംഗ് ഫാനില്ല, ചുവരിന് ഈ കളറുമല്ല. പിന്നെ ഇവിടെ സുഖമുള്ള തണുപ്പാണ്. പേരൊന്നു പറയൂ. ശ്യാം. ഇപ്പൊ എവിടെയാണെന്നറിയാമോ? ഹൗറ ബ്രിഡ്ജ്, കൽക്കട്ട. KSRTC ബസ്. സ്വന്തം നാട് എവിടെയാണെന്നറിയാമോ? ചങ്ങനാശ്ശേരി. സിസ്റ്റർ, ഇത് ഫാർമസിന്ന് വാങ്ങാനുള്ളതാ. ഞാൻ പോവാം. ഞങ്ങൾ പോയിട്ട് വരാം. വാ. പ്രഷർ കുറച്ച് കൂടുതലാ, അധികം സ്ട്രെയിൻ ചെയ്യണ്ട. നമ്മൾ എന്ന് കണ്ടാലും വഴക്കിടാറില്ലേ പതിവ്. ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റി. ചേട്ടൻ്റെ ഓഫീസിലേക്ക് ഞാൻ വരിക, ജോലിക്ക്. ഒരു ഡൗട്ട്. ഇന്നലെ നമ്മൾ ഓവറായിരുന്നു. ഹേയ്, ഓവറൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കൂടിയത് ഇന്നലെ അല്ല, 18 ദിവസം മുമ്പായിരുന്നു. ഇത്രയും ദിവസം നിനക്ക് ബോധമില്ലായിരുന്നു. അപ്പോ എനിക്ക് എന്താ സംഭവിച്ചേ? പറ. വരുന്ന 15 തീയതി ആ ഹൗറ ബ്രിഡ്ജിൽ ഞാൻ സമ്മാനം കൊടുത്ത അലങ്കരിച്ച ആ കാർ പോകും. അന്നാണ് അവിടെ വിവാഹം. അതിനാണ് ഈ യാത്ര. രാശിയേട്ടാ, ഇന്നെത്രയാ തീയതി? സെപ്റ്റംബർ 15. ഏയ് ശ്യാമേ, എടാ എന്തിനാ നീ കരയുന്നേ? ഇപ്പൊ ഡോക്ടർ പറഞ്ഞേളൂ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിനക്ക് ഒരു കുഴപ്പമില്ല. ഏയ് കരയാതെ ശ്യാമേ. എടാ നിനക്കൊരു കുഴപ്പമില്ലെന്ന്, എന്തിനാ കരയുന്നേ? അലങ്കരിച്ച വാഹനത്തിൽ അനിയത്തിയും ഭർത്താവും. ആ വാഹനം അങ്ങനെ ഹൗറ ബ്രിഡ്ജിൽ കൽക്കട്ടയ്ക്ക് തിരക്കിലൂടെ അങ്ങനെ പോകും. അതെന്റെ ആഗ്രഹമാണ്, സ്വപ്നമാണ്.